ഇരിക്ക്. എന്താ അസുഖം? എന്താണ് അസുഖം? ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ട്. നിങ്ങൾ പുക വലിക്കാറുണ്ട് അല്ലേ? തീർന്നു പോയേ. ബീഡിയാ? ആ ബീഡി തീർന്നു അല്ലേ? അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇനി വലിക്കരുത്, പുക വലിക്കരുത് എന്ന് പറഞ്ഞല്ലേ? ഭക്ഷണം കഴിക്കാറില്ല, അപ്പൊ ഇതെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് വലിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് ശരിക്കും അറിയോ? ഇതിന്റെ അപകടം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയില്ല. നിങ്ങൾ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ ഒക്കെ കാണാറുണ്ടോ? ഇല്ല. ആ, അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. മക്കളൊക്കെ എന്താ ചെയ്യണ്? കുട്ടികളൊക്കെ ഉണ്ട്, അത് പല വഴിക്കാണ്. അന്ന് പറഞ്ഞ് ദുബായിൽ ഒരാളുണ്ട് പറഞ്ഞ്. ദുബായിലുണ്ട്. തരക്കമില്ലാത്ത ശമ്പളമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇത് കണ്ടങ്ങള്, ഇതൊരു മനുഷ്യന്റെ ശ്വാസകോശാണിത് ഈ കാണുന്നത്. പായ പൊളിക്കണ്ട, അങ്ങനെ വിചാരിക്കുക. അപ്പോ ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന ഒരു വർഷത്തെ കറയാണ്. അപ്പൊ 10-60 വർഷമായിട്ട് വലിച്ചു കൂട്ടണ നിങ്ങളുടെ ശ്വാസകോശത്തിൽ എത്ര കറ ഉണ്ടാവും? അപ്പൊ നിങ്ങളൊരു രോഗിയാണ്, വലിയ രോഗി. അത് കാരണം ഞാൻ ഒരു മരുന്ന് എഴുതി തരാം. ആ മരുന്ന് നിങ്ങൾ തൽക്കാലം 2 ദിവസം കഴിച്ചിട്ട് ഇവിടെ അഡ്മിറ്റ് ആക്കണം. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ എന്താ വെച്ചാൽ അതും ഇതൊക്കെ ഇവിടെ ചെയ്തു തരും. ചിലപ്പോൾ ലിവർ മാറ്റി വെക്കേണ്ടി വരും. പേടിക്കണ്ട, അത് മേടിക്കാൻ കിട്ടും. അവിടുന്ന് മേടിച്ച് വെച്ചു കേട്ടാ. ഓപ്പറേഷൻ വേണം. ലിവർ മാറ്റി വെക്കേണ്ട നിസ്സാര ഒരു സംഭവമുള്ള ഒരു 10-60 ലക്ഷത്തിന്റെ ഇതിൽ നിൽക്കും. മക്കൾ ദുബായിലല്ലേ, അപ്പൊ ഇത് ഇവിടെ കാണിച്ചാൽ മതി. ഇവിടെ 3ാമത്തെ നില കെട്ടി പൊക്കുകയാണേ. അപ്പൊ അതിനുള്ളൊരു സംവിധാനം ഇവിടെ പറഞ്ഞ ആൾക്കാർക്ക് ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡ്മിറ്റ് ആക്കും കേട്ടോ. ശ്വാസവാസം അവിടെ ഇരുന്നോട്ടെ, ശ്വാസവാസം ഇവിടെ ഇരുന്നോട്ടെ. ഇനിയും വരുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ഉള്ള ശ്വാസവാസമായിട്ട് പോയിക്കോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊടുത്താൽ മതി കേട്ടാ. ദുബായിൽ മക്കളുണ്ട് എന്നൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുമോ? ആ, ഇരിക്കെ ഒരാളെ കിട്ടിയ സംസാരിക്കണ്ട. കയ്യെടുക്ക്. എന്താത് ട്രെയിനോ? ആകെ കോഴിപ്പാട്ടുള്ള കിടക്കണേ. ഓപ്പറേഷൻ വേണ്ടി വരും. ചെറിയൊരു കഫക്കെട്ടിന്റെ അസുഖം. കഫക്കെട്ടോ? എടോ, യൂറിനും മോഷനും പ്രഷറും ബ്ലഡ് ടെസ്റ്റും സകലമാന സംഗതി വേണം. CT സ്കാൻ വരെ എടുക്കണോ എനിക്ക്? എനിക്ക് അസുഖം അല്ല, അസുഖമൊന്നുമില്ലല്ലോ. താനാ തീരുമാനിക്കുന്നത് എനിക്ക് അസുഖമില്ലാന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടുന്ന് UK-ലും America-ലൊക്കെ പോയി പഠിച്ച് MBBS എടുത്ത് ബോർഡും നോക്കി ഇവിടെ ഇരിക്കണേ. അതല്ല സാറേ, ഞാൻ വന്നത് ലോലിതൻ സാറ് ഒരു ഇത് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ട് അത് നോക്കൂ സാറ്. അത് ശരി, RSBയുടെ ഈ കാർഡായിട്ടാണ് നടക്കണേ. ഇതാണ്. എന്നാ പിന്നെ വന്നോടനെ പറയാറുന്നില്ല എനിക്ക്. എന്നാലും സാറ് വല്ലാത്ത ആളാ. അല്ലെ, ഒരു അസുഖം ഇല്ലാത്ത എന്നെ ഇവിടെ പിടിച്ചിട്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. അല്ലാണ്ട് താൻ ഇവിടെ സത്യസന്ധതയ്ക്കുള്ള അവാർഡ് മേടിക്കാൻ വന്നൊന്നല്ലല്ലോ. അപ്പൊ വന്ന കാര്യം എന്താ വെച്ചാൽ സഹായിച്ചിട്ട് അങ്ങടെ പോവുക. ഭാരപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഈ ഇതിന്റെ പൈസ അതിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞൊരു 4 ദിവസം ഇവിടെ എന്തെങ്കിലും രോഗം പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആക്കും. അപ്പൊ അതിന് മൊത്തത്തിൽ കിട്ടുന്ന കായ് എന്താ വെച്ചാൽ അതിന്റെ ഒരു പകുതി കായ് നിങ്ങൾക്ക് കിട്ടും, പകുതി കായ് ഹോസ്പിറ്റലിന് പോകും. അസുഖം ഇല്ലാത്ത അസുഖമാണ് ഇപ്പൊ എഴുതി കാണിക്കണേ. വലിയ അസുഖം എഴുതാലോ? അങ്ങനെ വലിയത് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ ഇൻസ്പെക്ഷൻ വരും. ഇവിടെ ആൾക്കാർ ഇവിടെ ഒന്ന് അന്വേഷിക്കണ സമയത്ത് ഇൻഷുറൻസിന്റെ ആൾക്കാർ വരും. അത് അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് ഇങ്ങനെ അസുഖം ഉണ്ടോന്ന് അയാൾ പരിശോധിച്ചായിട്ട് ഇല്ല എന്ന് കണ്ടാൽ ഈ കാർഡും പൂവിന്റെ ജോലിയും പോകും, സകല പണിയും തീർക്കും. തോന്നിയത് അങ്ങനെ എഴുതലല്ല കേട്ടോ. അവിടെ മറ്റേ ഇത് കമ്പൗണ്ടർ വരും, അങ്ങോട്ട് ചെന്ന് ഇരിക്കും. അവിടെ അയാൾ വിളിക്കുമ്പോ കൂടെ അങ്ങോട്ട് പോയിക്കോ, ബാക്കിയൊക്കെ അവര് ശരിയാക്കി തരും. അങ്ങോട്ട് ചെല്ലും. ഒന്നുമില്ല, അങ്ങോട്ട് ചെല്ലുന്നേ. അവിടെ പറഞ്ഞാൽ മതി, കമ്പൗണ്ടർ വരും കേട്ടോ.